ഇന്ത്യയിൽ ആദ്യമായി കോൺഗ്രസിൽ നിന്നും വിഘടിച്ച് സംസ്ഥാന തലത്തിൽ ഒരു പ്രാദേശിക പാർട്ടി ഉണ്ടാകുന്നത് കേരള കോൺഗ്രസ്സാണ്. 1964 ഒക്ടോബർ 9 കോട്ടയം തിരുനക്കര മൈതാനത്ത് വെച്ച് നായർ സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭൻ കേരള കോൺഗ്രസ് രൂപീകൃതമായതായി പ്രഖ്യാപിക്കുന്നു. കേരള കോൺഗ്രസിൻ്റെ രൂപീകരണത്തിലേക്ക് നയിച്ച സംഭവവികാസങ്ങൾ യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് ഒരു കാർ അപകടത്തിൽ നിന്നാണ്. പക്ഷേ ചാക്കോയുടെ മരണശേഷം ഇതുണ്ടായില്ല. അദ്ദേഹത്തെക്കുറിച്ച് സ്പീക്കർ നടത്തിയ ഒരു റെഫറൻസിൽ ആ അനുശോചനം ഒതുക്കി. കേരള കോൺഗ്രസിൻ്റെ രൂപീകരണത്തിന് കാരണമായ ഈ 15 MLA-മാരിൽ 8 പേരും ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. ഒരാൾ ദളിത് ക്രിസ്ത്യാനിയുമായിരുന്നു. കോൺഗ്രസ് വിഘടിച്ച് കേരളത്തിലുണ്ടാകുന്ന ഒരു പ്രാദേശിക പാർട്ടിയാണ് കേരള കോൺഗ്രസ്. കേരള രാഷ്ട്രീയത്തിലെ തന്നെ ഒരു അപൂർവ പ്രതിഭാസം എന്ന് പറയാവുന്ന ഒരു പാർട്ടി. പിന്നീട് വിഘടിച്ച് പലതായെങ്കിലും കേരള കോൺഗ്രസ് എന്ന ഒരു മൂലനാമം അവർ മാറ്റിയില്ല. അവരുടെ നേതാവിൻ്റെ പേരിൻ്റെ ആദ്യാക്ഷരം ചേർത്ത് ഓരോ ഗ്രൂപ്പുകളായി തിരിയുകയായിരുന്നു ചെയ്തത്. ഈ കേരള കോൺഗ്രസിൻ്റെ രൂപീകരണം, അതിൻ്റെ ഒരു ചരിത്രമൊക്കെ കേരള രാഷ്ട്രീയത്തിലൊരു പ്രധാന സംഭവമാണ്. അതാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. ശ്രീ നിസാം സയ്യിദാണ് ഈ ക്യൂവിനൊപ്പം ചേരുന്നത്. ഈ കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രധാന സംഭവമാണല്ലോ കേരള കോൺഗ്രസിൻ്റെ രൂപീകരണവും അതിൻ്റെ ചരിത്രവുമൊക്കെ. ഈ കേരള കോൺഗ്രസിൻ്റെ രൂപീകരണത്തിലേക്ക് നയിച്ച ആ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങൾ, അന്നത്തെ ആ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു? കേരള കോൺഗ്രസ് എന്ന പ്രസ്ഥാനം വളരെയേറെ പ്രത്യേകതകളുള്ള, സവിശേഷതകളുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഇന്ത്യയിൽ ആദ്യമായി കോൺഗ്രസിൽ നിന്നും വിഘടിച്ച് സംസ്ഥാന തലത്തിൽ ഒരു പ്രാദേശിക പാർട്ടി ഉണ്ടാകുന്നത് കേരള കോൺഗ്രസ്സാണ്. അതിനുശേഷമാണ് ബംഗാളിൽ ബംഗ്ലാ കോൺഗ്രസും ഒഡീഷയിൽ ഉത്കൽ കോൺഗ്രസും ഒക്കെ ഉണ്ടാകുന്നത്. 1964 ഒക്ടോബർ 9 കോട്ടയം തിരുനക്കര മൈതാനത്ത് വെച്ച് നായർ സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭൻ കേരള കോൺഗ്രസ് രൂപീകൃതമായതായി പ്രഖ്യാപിക്കുന്നത്. കേരള കോൺഗ്രസിൻ്റെ രൂപീകരണത്തിലേക്ക് നയിച്ച സംഭവവികാസങ്ങൾ ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിയെയും മോഹിപ്പിക്കുന്നതാണ്. കേരള കോൺഗ്രസിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ആ കാലത്തെ പൊതുവായ രാഷ്ട്രീയ സാഹചര്യം നമ്മളൊന്ന് വിലയിരുത്തുന്നതായിരിക്കും. വിമോചന സമരത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്, PSP, മുസ്ലിം ലീഗ് തുടങ്ങി 3 കക്ഷികൾ ഉൾപ്പെട്ട ഒരു മുന്നണിയായിട്ടാണ് മത്സരിച്ചത്. ആ മുന്നണിക്ക് ആ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമുണ്ടായി. കോൺഗ്രസ് ആയിരുന്നു പ്രധാന പാർട്ടി. കോൺഗ്രസിനായിരുന്നു അംഗങ്ങൾ കൂടുതലെങ്കിലും തിരുക്കൊച്ചിയിലും തിരുവിതാംകൂറിലും മുഖ്യമന്ത്രിയായിരുന്ന പട്ടം താണുപിള്ളയാണ് മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിന് പിന്നോക്ക വിഭാഗക്കാരനായ ആർ ശങ്കറിനെ മാറ്റി നിർത്തുന്നതിന് വേണ്ടി പണിയെടുത്ത പല ജാതീയ നീക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. എന്തായാലും പട്ടം താണുപിള്ള മുഖ്യമന്ത്രിയും ആർ ശങ്കർ ഉപമുഖ്യമന്ത്രിയുമായി. കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത് പ്രതിപക്ഷ നേതാവായിരുന്ന PT ചാക്കോ ആയിരുന്നു ആ മന്ത്രിസഭയിലെ ഒരു പ്രധാന ശക്തി. അദ്ദേഹം ആഭ്യന്തരം, റവന്യൂ, വിദ്യുച്ഛക്തി, നിയമം തുടങ്ങി പ്രധാനപ്പെട്ട പല വകുപ്പുകളും കൈകാര്യം ചെയ്തിരുന്നു. മന്ത്രിസഭ രൂപീകരിച്ച് അധികം താമസിക്കുന്നതിന് മുമ്പ് തന്നെ പട്ടവും കോൺഗ്രസ് മന്ത്രിമാരും തമ്മിലുള്ള ബന്ധം വഷളായി. കോൺഗ്രസ് മന്ത്രിമാർ കോൺഗ്രസ് നേതൃത്വത്തെ ഈ പരാതി അറിയിച്ചുകൊണ്ടേയിരുന്നു. അവസാനം ലാൽ ബഹാദൂർ ശാസ്ത്രി കേരളത്തിലെത്തി. പട്ടത്തിനോട് രാജിവെക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പട്ടം വൈമനസ്യത്തോടുകൂടിയാണെങ്കിലും അത് അംഗീകരിച്ചു. പകരം പട്ടത്തിനെ പഞ്ചാബ് ഗവർണറാക്കി. ആർ ശങ്കർ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റെടുത്തു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം PSPയിലെ മന്ത്രിമാർ ഇതിൽ പ്രതിഷേധിച്ച് രാജിവെക്കുകയും ചെയ്തു. നേരത്തെ തന്നെ മുസ്ലിം ലീഗ് മുന്നണി വിട്ടിരുന്നു. 3 കക്ഷികളുടെ സഖ്യ സർക്കാരായി ആരംഭിച്ച ആ മന്ത്രിസഭ അങ്ങനെ കോൺഗ്രസിൻ്റെ ഏകകക്ഷി ഭരണമായി മാറി. ഇപ്പോൾ ഏകകക്ഷി ഭരണം എന്ന് പറയുമ്പോൾ കോൺഗ്രസിന് അതിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസിൽ വളരെ ശക്തമായിട്ടുള്ള ഗ്രൂപ്പുകളൊക്കെ നടക്കുന്ന ഒരു സമയമായിരുന്നല്ലോ അത്. എല്ലാ കാലത്തെയും പോലെ അന്നും കോൺഗ്രസിൽ ഗ്രൂപ്പുകൾ വളരെ സജീവമായിരുന്നു. KPCC പ്രസിഡൻ്റായിരുന്ന CKG എന്ന CK ഗോവിന്ദൻ നായർ നയിക്കുന്ന ഒരു വിഭാഗവും PT ചാക്കോയും ശങ്കറും നേർന്ന് നയിക്കുന്ന മറുവിഭാഗവും തമ്മിലായിരുന്നു ഗ്രൂപ്പ് പോര്. KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് CK ഗോവിന്ദൻ നായർ മാറിയപ്പോൾ ഉണ്ടായ മത്സരം ഈ ഗ്രൂപ്പ് വൈരത്തിൻ്റെ തുറന്ന വേദിയായി മാറി. KP മാധവൻ നായരായിരുന്നു CKG ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥി. MC ചാക്കോ ആയിരുന്നു ശങ്കർ ചാക്കോ വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥി. സംഘർഷം മൂലം തെരഞ്ഞെടുപ്പ് പല പ്രാവശ്യം മാറ്റിവെക്കേണ്ടി വന്നു. അവസാനം തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 87-നെതിരെ 98 വോട്ടുകൾക്ക് മാധവൻ നായർ ചാക്കോയെ തോൽപ്പിച്ചു. തെരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും ശങ്കർ ചാക്കോ വിഭാഗം
ഭരണരംഗത്ത് വളരെ ശക്തമായി തന്നെ നിലകൊണ്ടു. മന്ത്രിസഭയിൽ വളരെ ശക്തനായ മന്ത്രിയായിരുന്നു പി ടി ചാക്കോ. പക്ഷേ പി ടി ചാക്കോയുമായി ബന്ധപ്പെട്ട ഒരു കാർ അപകടത്തിൻ്റെ വാർത്തയും അതിനുശേഷം ഉണ്ടാകുന്ന കുറേ വിവാദങ്ങളും ഒക്കെ ഈ സംഭവത്തിൽ ഒരു വലിയ സ്വാധീനമായിട്ടുണ്ടല്ലോ. അതെന്താണ് ആ സംഭവങ്ങൾ? കേരള കോൺഗ്രസിൻ്റെ രൂപീകരണത്തിലേക്ക് നയിച്ച സംഭവവികാസങ്ങൾ യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് ഒരു കാർ അപകടത്തിൽ നിന്നാണ്. തൃശ്ശൂർ ലൂർദ് പള്ളി പെരുന്നാളിനോടനുബന്ധിച്ചാണ് ആ കാർ അപകടം നടക്കുന്നത്. പീച്ചിയിലേക്ക് യാത്രയായിരുന്ന പി ടി ചാക്കോ സ്വന്തം ഔദ്യോഗിക വാഹനത്തിൽ അദ്ദേഹം തന്നെ ഓടിച്ച് ഈ തൃശ്ശൂർ ലൂർദ് പള്ളി പെരുന്നാളിനോടിൻ്റെ ഘോഷയാത്രയ്ക്കിടയിലേക്ക് കടന്നു വന്നു. ആ ഘോഷയാത്രയ്ക്കിടയിൽ ആ കാറ് ഒരു ഉന്തുവണ്ടിയെ ഇടിച്ചു. ആ ഉന്തുവണ്ടിക്കാരൻ തെറിച്ചു വീണു. ചാക്കോ കാർ അവിടെ നിർത്തിയില്ല. അദ്ദേഹം കാറ് നിർത്താതെ പോയി അടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയി റിപ്പോർട്ട് ചെയ്തു. പക്ഷേ ആ കാറിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നുവെന്നും അവർ പൊട്ടുകുത്തിയിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ അതൊരു ഹിന്ദു സ്ത്രീയാണെന്നും ചാക്കോയുടെ ഭാര്യ അല്ല എന്നുമുള്ള വാർത്തകൾ പരന്നു. പത്രങ്ങൾ പൊടിപ്പും തൊങ്ങലുമായി ആ വാർത്ത പരത്തി. ചാക്കോയുടെ കടുത്ത എതിരാളിയായിരുന്ന ഫാദർ വടക്കന് അന്ന് തൊഴിലാളി എന്നൊരു പത്രമുണ്ടായിരുന്നു. ആ പത്രം ദിവസങ്ങളോളം ഈ സംഭവം ആഘോഷിച്ചു. അപകടം നടന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ചാക്കോ ഭാര്യയെ തൃശ്ശൂരേക്ക് വരുത്തി. വാഴൂരിൽ നിന്ന് തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ചാക്കോയും ഭാര്യയും കൂടെ കാറിൽ തൃശ്ശൂർ പട്ടണമാകെ കറങ്ങുകയും ചെയ്തു. പക്ഷെ അതുകൊണ്ടൊന്നും അപവാദ പ്രചരണം അവസാനിച്ചില്ല. ചാക്കോയെക്കുറിച്ചുള്ള വാർത്തകൾ ഇങ്ങനെ പരന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ എറണാകുളത്തു നിന്നുള്ള KPCC എക്സിക്യൂട്ടീവ് അംഗമായ പത്മം എസ് മേനോൻ താനാണ് കാറിലുണ്ടായിരുന്നത് എന്ന് ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്നു. അത് KPCC പ്രസിഡൻ്റായിരുന്ന KP മാധവൻ നായർ ആവശ്യപ്പെട്ടതനുസരിച്ച് പോൾ പി മാണി ഉൾപ്പെടെയുള്ള ആളുകൾ തൻ്റെ വീട്ടിലെത്തി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് താൻ അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയതെന്നാണ് പത്മം എസ് മേനോൻ പിന്നീട് പറഞ്ഞത്. അച്ചടക്ക നടപടിയെ നേരിടേണ്ടി വരുമായിരുന്ന ഒരു DYSP തൻ്റെ സംഗീത വിദുഷിയായ ഭാര്യയെ തനിക്ക് വേണ്ടി വാദിക്കാൻ ആ കാറിൽ ചാക്കോയോടൊപ്പം കയറ്റിവിടുകയായിരുന്നു. പീച്ച് വരെയുള്ള യാത്രക്കിടയിൽ തനിക്ക് വേണ്ടി തൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കാൻ അവരെ ആവശ്യപ്പെടുകയായിരുന്നുവെന്നൊക്കെയാണ് പത്മം എസ് മേനോൻ പറയുന്നത്. അതും ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു, ചാക്കോയെ കെണിയിൽപ്പെടുത്താനുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിരുന്നു എന്നാണ് പിന്നീട് പലരും പറഞ്ഞു കേൾക്കുന്നത്. ഈ പി ടി ചാക്കോയെ അന്നത്തെ മാധ്യമങ്ങൾ ഏത് രീതിയിലാണെന്ന് കൈകാര്യം ചെയ്തത്? മിക്ക മാധ്യമങ്ങളും അദ്ദേഹത്തിനെതിരെയായിരുന്നു. പ്രഗത്ഭനായ രാഷ്ട്രീയ നേതാവും തന്ത്രജ്ഞനായ ഭരണാധികാരിയും വളരെ ശക്തനായ ഉജ്ജ്വലനായ വാഗ്മിയുമൊക്കെ ആയിരുന്നു പി ടി ചാക്കോ. നിയമസഭയിൽ പ്രതിപക്ഷവാദങ്ങളെ ഒന്നൊന്നായി ഖണ്ഡിക്കുന്നതിൽ ചാക്കോ അദ്വിതീയനായിരുന്നു. കറതീർന്ന കോൺഗ്രസ്സുകാരനായിരുന്നു ചാക്കോ. കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരോധി. പാർട്ടിയിൽ ആർ ശങ്കറിനേക്കാൾ പിന്തുണയും പ്രാമുഖ്യമൊക്കെ തനിക്കുണ്ടായിട്ടും ശങ്കറിനെ മുഖ്യമന്ത്രിയാക്കാനും ഉപമുഖ്യമന്ത്രിയാക്കാനും മുഖ്യമന്ത്രിയാക്കാനും ഒക്കെ ചാക്കോ മുൻകൈ എടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നട്ടെല്ലായ ഈഴവ സമുദായത്തിൽ വിള്ളലുണ്ടാക്കുകയും അതിനെ കോൺഗ്രസിന് അനുകൂലമാക്കി മാറ്റുകയും ചെയ്യുക എന്നുള്ള സ്വാർത്ഥതയില്ലാത്ത രാഷ്ട്രീയ ലക്ഷ്യം മുന്നിൽ നിർത്തിക്കൊണ്ടാണ്. അദ്ദേഹം പാർട്ടിയിലും സർക്കാരിലുമൊക്കെ ഇത്രയേറെ ശക്തനായി തുടരുന്നതിൽ കോൺഗ്രസിനുള്ളിൽ അസ്വസ്ഥരായ ഒട്ടേറെ പേരുണ്ടായിരുന്നു. ഈ കോൺഗ്രസിനുള്ളൊരു ഗ്രൂപ്പ് വഴക്ക് വളരെ ശക്തമായി നിൽക്കുന്ന ഒരു സമയത്ത് ആണല്ലോ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. കോൺഗ്രസിൻ്റെ മറുപക്ഷം, അതായത് പി ടി ചാക്കോയുടെയും ആർ ശങ്കറിനും എതിരെ നിൽക്കുന്നൊരു പക്ഷമുണ്ട്. അവരേത് തരത്തിലാണ് ഇതിലൊരു നിലപാടെടുത്തത്? ചാക്കോ ഇത്രയേറെ ശക്തനായി ഭരണരംഗത്തും സംഘടനയിലുമൊക്കെ നിലകൊള്ളുന്നതിൽ അസ്വസ്ഥരായ ഒട്ടേറെ പേർ കോൺഗ്രസിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. പീച്ചി സംഭവത്തിനെ തുടർന്ന് ചാക്കോ രാജിവെക്കണമെന്ന് പ്രതിപക്ഷം സ്വാഭാവികമായി ആവശ്യപ്പെട്ടു. ചാക്കോയുടെ വിരുദ്ധ വിഭാഗം, കോൺഗ്രസിനുള്ളിലെ വിരുദ്ധ വിഭാഗം ഒളിഞ്ഞും തെളിഞ്ഞും ചാക്കോയ്ക്കെതിരെ നീക്കങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. അവർ കേന്ദ്ര നേതൃത്വത്തിന് കമ്പി സന്ദേശങ്ങൾ തുടർച്ചയായി അയച്ചു. നിസ്സാരമായ ഒരു സംഭവത്തിൻ്റെ പേരിൽ രാജിവെക്കേണ്ടതല്ല ആഭ്യന്തരമന്ത്രി പദം എന്ന ഒരു നിലപാടാണ് ആർ ശങ്കർ ആദ്യം തൊട്ടേ സ്വീകരിച്ചത്. എന്നാൽ ചാക്കോ രാജിവെക്കുന്നതാണ് നല്ലത് എന്ന് KP മാധവൻ നായർ രഹസ്യമായെങ്കിലും നിലപാടെടുത്തു. ജനുവരി 30 ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനത്തിൻ്റെ അന്ന് കോൺഗ്രസിൻ്റെ മാടായിൽ നിന്നുള്ള അംഗം പ്രഹ്ലാദൻ ഗോപാലൻ ഗവർണറുടെ പ്രസംഗത്തിലുള്ള നന്ദിപ്രമേയ ചർച്ച നടക്കുന്നതിനിടയിൽ ചാക്കോയെപ്പോലെ ഒരു അസാൻമാർഗി മന്ത്രിയായി തുടരുന്നിടത്തോളം കാലം ഈ നന്ദിപ്രമേയത്തിന് അനുകൂലമായി തനിക്ക് വോട്ട് ചെയ്യാൻ കഴിയുകയില്ല എന്ന് നിയമസഭയിൽ പ്രഖ്യാപിച്ചു. ഗാന്ധിജിയുടെ മരണസമയമായ 11 മണിക്ക് അദ്ദേഹം നിയമസഭയ്ക്ക് മുന്നിൽ സത്യാഗ്രഹം ആരംഭിച്ചു. തലേ രാത്രിയിൽ ഗാന്ധിജി സ്വപ്നത്തിൽ തനിക്ക് ദർശനം തന്നതായും
സദാചാര വിരുദ്ധതയ്ക്കെതിരെ സത്യാഗ്രഹം നടത്തണമെന്ന് ഗാന്ധിജി ആവശ്യപ്പെട്ടതായും പ്രഹ്ലാദൻ ഗോപാലൻ പ്രഖ്യാപിച്ചു. കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് പ്രഹ്ലാദൻ ഗോപാലൻ നിരാഹാരം പിൻവലിച്ചു. എങ്കിലും കോൺഗ്രസിലെ മറുവിഭാഗം ഒളിഞ്ഞും തെളിഞ്ഞും ചാക്കോയ്ക്കെതിരെ നീക്കങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. ഈ ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വം ഇടപെട്ടു. ചാക്കോയും ശങ്കറും ഡൽഹിയിലേക്ക് വരാൻ അവർ ആവശ്യപ്പെട്ടു. ചാക്കോയും ശങ്കറും ഡൽഹിയിലേക്ക് ഒരുമിച്ചാണ് പോയത്. പക്ഷേ തിരിച്ചു വന്നവർ ഭിന്നിച്ചാണ്. ചാക്കോ ആഭ്യന്തരമന്ത്രി പദം ഒഴിയണം എന്ന് കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടതായും അത് ശങ്കർ അംഗീകരിച്ചതായുമുള്ള വാർത്തകൾ ചാക്കോ തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ വൃന്ദങ്ങളിലെല്ലാം പരസ്യമായിരുന്നു. യഥാർത്ഥത്തിൽ ചാക്കോ ആഭ്യന്തര വകുപ്പ് ഒഴിയണം എന്നാണ് കേന്ദ്ര നേതൃത്വവും ശങ്കറും ആവശ്യപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ മന്ത്രിസ്ഥാനം രാജിവെക്കണം എന്ന് ശങ്കർ ആവശ്യപ്പെട്ടതായാണ് ചാക്കോ മനസ്സിലാക്കിയത് എന്നും പറയപ്പെടുന്നു. വിമാനത്താവളത്തിലെത്തിയ ചാക്കോ പ്രതികരിച്ച് വളരെ രൂക്ഷമായിട്ടാണല്ലോ. ചാക്കോ വളരെ വൈകാരികമായാണ് പ്രതികരിച്ചത്. അത്രയും നാൾ തൻ്റെ അടുത്ത സുഹൃത്തായിരുന്ന ശങ്കർ തന്നെ കൈവിട്ടു എന്നൊരു വികാരമാണ് ചാക്കോയ്ക്കുണ്ടായത്. അതുകൊണ്ട് തന്നെ ശങ്കറിൽ തനിക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് ചാക്കോ വളരെ വികാര വിക്ഷുബ്ധനായി പറഞ്ഞു. ശങ്കറിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ മന്ത്രിസഭയിൽ തുടരുന്നതിൽ കാര്യമില്ല എന്നുള്ളത് സ്വാഭാവികമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ തന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട ചാക്കോ ഇനി മന്ത്രിസഭയിൽ തുടരേണ്ടതില്ല, മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കണമെന്ന് ശങ്കറും ആവശ്യപ്പെട്ടു. യഥാർത്ഥത്തിൽ ഒരു ആശയവിനിമയത്തിൽ ഉണ്ടായ ഒരു തകരാറാണ് ചാക്കോയുടെ രാജിയിലേക്ക് നയിച്ചത്. ചാക്കോയുടെ രാജിയിലേക്ക് നയിച്ച സംഭവവികാസങ്ങളിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഗൂഢാലോചനയിലൊന്നും ശങ്കറിന് പങ്കുണ്ടായിരുന്നില്ല. ശങ്കർ ചാക്കോ മന്ത്രിസഭയിൽ തുടരണം എന്ന് തന്നെയുള്ള നിലപാട് തന്നെയായിരുന്നു. ശങ്കറിൻ്റെയും ചാക്കോയുടെയും വിരുദ്ധ വിഭാഗമായിരുന്നു ഇതിൻ്റെ മുന്നിൽ പ്രവർത്തിച്ചത്. CK ഗോവിന്ദൻ നായരും CM സ്റ്റീഫനുമായിരുന്നു ഇതിൻ്റെ പിന്നിലെ പ്രധാന അണിയറ പ്രവർത്തകർ. അവർ ആലോചിച്ചുറപ്പിച്ച ഗൂഢാലോചനയിലേക്ക് ശങ്കറും ചാക്കോയും ചെന്ന് വീഴുകയായിരുന്നു എന്ന് വേണം നാം ഇപ്പോൾ കരുതാൻ. അതായത് ഇവരുടെ ഒരു കൂട്ടുകെട്ട് തകർക്കാവുന്ന ലക്ഷ്യം കൂടെ അവർക്കുണ്ടായിരുന്നു. ശങ്കറും ചാക്കോയും ഒന്നിച്ചു നിൽക്കുന്നതിൽ ഈ എതിർവിഭാഗത്തിന് വലിയ അതൃപ്തി ഉണ്ടായിരുന്നു. സ്വാഭാവികമായി ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നതിനെ തകർക്കാനുള്ള നീക്കങ്ങൾ അവർ നടത്തിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് അത്തരമൊരവസരം വളരെ ബുദ്ധിപൂർവമായി അവർ പ്രയോഗിക്കുകയും അങ്ങനെ ചാക്കോയും ശങ്കറും തമ്മിൽ തെറ്റുന്നതിലേക്ക് നയിക്കുകയും ഉണ്ടായത്. ഈ വിമോചന സമരകാലത്തിന് ശേഷം വന്ന ഐക്യമുന്നണി സർക്കാർ പിന്നീട് കോൺഗ്രസ് ഏകകക്ഷി ഭരണത്തിലേക്ക് വരുന്നു. അതിൽ ഭിന്നതയുണ്ടാകുന്നു. പിന്നീട് ചാക്കോ ശങ്കർ സഖ്യത്തെ തന്നെ തകർക്കാൻ കോൺഗ്രസിലെ മറുവിഭാഗത്തിന് കഴിയുന്ന ഒരു സംഭവം ആണ് ഇപ്പോൾ നടന്നു വന്നത്. അതിൻ്റെ പേരിൽ ചാക്കോ രാജിവെക്കുന്നു. രാജിവെച്ച ചാക്കോയ്ക്ക് കേരളത്തിലാകമാനം വലിയ സ്വീകരണങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടു. അതിലൊക്കെ വലിയ ജനപങ്കാളിത്തം ഉണ്ടായി. അത് കോൺഗ്രസിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി മാറുന്നു എന്നൊരു ചിന്താഗതി കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടായി. അതുകൊണ്ട് തന്നെ ആ സ്വീകരണ പരിപാടികൾ നിർത്തിവെക്കണം എന്ന് കോൺഗ്രസ് നേതൃത്വം ചാക്കോയോട് ആവശ്യപ്പെട്ടു. ഈ ഒരു ഘട്ടത്തിലാണ് ഈ ചാക്കോയുടെ സ്വീകരണ യോഗങ്ങളിൽ മന്നത്ത് പത്മനാഭൻ്റെ ഇടപെടലുകൾ ഉണ്ടാകുന്നത്. അദ്ദേഹം ചാക്കോയെ പിന്തുണച്ചുകൊണ്ട് പ്രസംഗങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. മന്ത്രിസ്ഥാനം രാജിവെച്ച ചാക്കോ ആദ്യമായി സന്ദർശിക്കുന്നത് മന്നത്ത് പത്മനാഭനെയാണ്. മന്നത്ത് പത്മനാഭൻ അപ്പോൾ തന്നെ ശങ്കർ മന്ത്രിസഭയോട് അതൃപ്തി ഉണ്ടായിരുന്നു. നായർ നേതാക്കന്മാർക്ക്, രാഷ്ട്രീയ നേതാക്കന്മാർക്ക്, നായർ ഉദ്യോഗസ്ഥന്മാർക്ക് ഒക്കെ ശങ്കർ മന്ത്രിസഭയിൽ നിന്നും അവഗണന നേരിടുന്നു എന്നുള്ള ഒരു പരാതി മന്നത്ത് പത്മനാഭനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മന്നത്ത് പത്മനാഭൻ ചാക്കോയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. രാജിവെച്ച ചാക്കോയ്ക്ക് കേരളമാകമാനം വലിയ സ്വീകരണങ്ങൾ ഒരുക്കപ്പെട്ടു. അതിലൊക്കെ വലിയ ജനപങ്കാളിത്തമുണ്ടായിരുന്നു. ഇത് ചാക്കോയും ശങ്കറും തമ്മിലുള്ള ഒരു തുറന്ന വാക്പോരിലേക്കാണ് നയിച്ചത്. ഒരു പിന്നോക്ക വിഭാഗക്കാരൻ, ഈഴവ സമുദായത്തിൽ നിന്ന് പെട്ട ഒരാൾ മുഖ്യമന്ത്രിയായി തുടരുന്നത് പലർക്കും ഇഷ്ടപ്പെടുന്നില്ല, അതാണ് ഈ സംഭവങ്ങൾക്ക് കാരണം എന്ന് ശങ്കർ തുറന്നടിച്ചു. പക്ഷേ ചാക്കോ അതിനോട് പ്രതികരിച്ചത് വളരെ പക്വതയോടുകൂടിയാണ്. ഇത്തരം കാര്യങ്ങളിൽ വർഗീയത ഉയർത്തുന്നത്, വർഗീയത ഇടപെടുത്തുന്നത് ജനവികാരങ്ങൾക്ക്, രാഷ്ട്രീയത്തിൻ്റെ ഉത്തമ താല്പര്യങ്ങൾക്ക് ശരിയല്ല എന്ന് തന്നെയാണ് ചാക്കോ പറഞ്ഞത്. ചാക്കോ പറഞ്ഞു, സർക്കാരുകൾ മാറി വരും, വ്യക്തികൾ മാറി വരും, പക്ഷേ ഈ കോൺഗ്രസ് ഇവിടെ ഉണ്ടാവും, ജനാധിപത്യം ഇവിടെ ഉണ്ടാവും. ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർക്ക്, കോൺഗ്രസ്സിൽ വിശ്വസിക്കുന്നവർക്ക് ഇത്തരം വർഗീയമായ വാദങ്ങൾ ഉയർത്തുന്നത് ശരിയല്ല എന്നൊരു നിലപാട് തന്നെയാണ് ചാക്കോ ഉയർത്തിപ്പിടിച്ചത്.
ചാക്കോ ഒരിക്കലും വർഗീയമായി ചിന്തിക്കുന്ന ഒരാളായിരുന്നില്ല. ചാക്കോ രാഷ്ട്രീയമായി പിന്നെ എല്ലാ വിശുദ്ധിയോടുകൂടി രാഷ്ട്രീയത്തെ സമീപിച്ച ഒരാൾ തന്നെയായിരുന്നു. ചാക്കോ അങ്ങനെ ഒരു ക്രിസ്ത്യൻ സഭയുടെ അടുത്തയാളോ അവരുടെ ഓമനപുത്രനോ ഒന്നും ആയിരുന്നില്ല. പലപ്പോഴും ചാക്കോയുമായി അല്ലെങ്കിൽ ക്രിസ്ത്യൻ സഭകളുമായി ചാക്കോയ്ക്ക് വളരെ വൈരുദ്ധ്യം നിറഞ്ഞ ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ക്രിസ്ത്യൻ ജനവിഭാഗങ്ങൾ, പ്രത്യേകിച്ചും അവരിൽ വലിയൊരു വിഭാഗം കോൺഗ്രസിനെ പിന്തുണച്ചവരായിരുന്നു. അവർ ചാക്കോയിൽ ഒരു വലിയ നേതാവിനെ എന്നും കണ്ടിരുന്നു. അത് ചാക്കോയുടെ ഒരു പ്രാഗൽഭ്യത്തിൻ്റെ, ചാക്കോയുടെ പിന്നെ ശക്തിയുടെ ഒക്കെ ഒരു അടിസ്ഥാനവും കാരണവും ഒക്കെ ആയിരുന്നു. പക്ഷെ മന്നത്തിന് ഇതിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഈ തരത്തിൽ ശങ്കറിനെതിരായി സംസാരിക്കുന്ന, അല്ലെങ്കിൽ ചാക്കോയെ പിന്തുണയ്ക്കുകയും ശങ്കറിനെതിരായിട്ട് ഒരു ആശയ രൂപീകരണം ഉണ്ടാകുന്നു എന്നുള്ള തരത്തിൽ കൊണ്ടുപോകുന്നത്. മന്നവും ശങ്കറും തമ്മിലുള്ള ബന്ധം അത്ര ഊഷ്മളമായിരുന്നില്ല എന്ന് നമുക്കറിയാം. മന്നവും ശങ്കറും തമ്മിൽ ഹിന്ദു ഐക്യം ഉണ്ടാക്കാനായി ഒന്നിക്കുകയും പിന്നീടത് പിരിയുകയൊക്കെ ചെയ്യുന്നത് വളരെ ഒട്ടും സന്തോഷകരമായ സാഹചര്യത്തിലായിരുന്നില്ല. സ്വാഭാവികമായും ശങ്കറിനോട് മന്നത്ത് പത്മനാഭന് എതിർപ്പുണ്ടായിരുന്നുള്ളത് പരസ്യമായ വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ചാക്കോയ്ക്ക് നൽകിയ സ്വീകരണങ്ങളിൽ മന്നത്ത് പത്മനാഭൻ്റെ പിന്തുണയുണ്ടായിരുന്നു. ചാക്കോയ്ക്ക് നിന്ന് ലഭിക്കുന്ന ഈ സ്വീകരണങ്ങൾ കോൺഗ്രസിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാകുന്നു എന്നൊരു വിലയിരുത്തലാണ് കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടായത്. അതുകൊണ്ട് തന്നെ അത് നിർത്തിവെക്കണം എന്ന് ചാക്കോയോട് കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടു. അച്ചടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ ചാക്കോ അത് നിർത്തിവെക്കുകയും ചെയ്തു. കോൺഗ്രസിൻ്റെ കോട്ടയം DCC പ്രസിഡൻ്റായിരുന്ന മാത്തച്ചൻ കുരുവിനാക്കുന്നേലിൻ്റെ 50ാം ജന്മദിനത്തോടനുബന്ധിച്ച് ചാക്കോ വാഴൂരുള്ള തൻ്റെ വീട്ടിൽ തൻ്റെ അനുയായികളുടെ ഒരു യോഗം വിളിച്ചുകൂട്ടി. ഏതാണ്ട് 75ഓളം പേർ ആ യോഗത്തിൽ പങ്കെടുത്തു. അന്നും ചാക്കോയ്ക്ക് ഏതാണ്ട് 25 MLA-മാരുടെ പിന്തുണയുണ്ട്. ആ MLA-മാരുടെ പിന്തുണ ഉപയോഗിച്ച് മന്ത്രിസഭയെ പുറത്താക്കണം, മന്ത്രിസഭയെ അധികാരത്തിൽ നിന്നും പുറത്താക്കണം എന്നുള്ള നിലപാടായിരുന്നു ചാക്കോയുടെ അന്ന് ആ മീറ്റിങ്ങിൽ കൂടിയ ചാക്കോയുടെ അനുയായികൾക്കുണ്ടായിരുന്നു. എല്ലാവരും സംസാരിച്ചു. ഇനി ഈ മന്ത്രിസഭയെ പിന്തുണയ്ക്കുന്നതിൽ കാര്യമില്ല എന്നുള്ള പൊതുവായ ഒരു വികാരമായിരുന്നു അവിടെ ഉണ്ടായത്. അവസാനം സംസാരിച്ച ചാക്കോ പക്ഷേ ഒരു കാരണവശാലും കോൺഗ്രസിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു നടപടിക്കും താനില്ല എന്ന നിലപാടാണ് എടുത്തത്. കോൺഗ്രസിൽ നിന്നുകൊണ്ട് തന്നെ പോരാടാനും സംഘടനയെ ശക്തിപ്പെടുത്താനും അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാനും നാം തയ്യാറാകണം എന്ന് തന്നെയാണ് ചാക്കോ അന്ന് പ്രസംഗിച്ചത്. അന്ന് കോൺഗ്രസ്സിൽ തന്നെ പ്രമുഖരായ പല നേതാക്കളും ചാക്കോയ്ക്കൊപ്പം ഉണ്ടായിരുന്നു, MLA-മാരുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ചാക്കോ മത്സരിക്കുന്ന ഒരു ഘട്ടം വരുമ്പോൾ പല പ്രമുഖ നേതാക്കളും അദ്ദേഹത്തിൽ നിന്ന് വിട്ടുപോകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. KP മാധവൻ നായർ KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞപ്പോൾ അത് കോൺഗ്രസിനുള്ളിൽ തൻ്റെ ശക്തി തെളിയിക്കാനുള്ള ഒരു അവസരമായാണ് ചാക്കോ കണ്ടത്. ചാക്കോ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു. പക്ഷേ ചാക്കോയുടെ അടുത്ത അനുയായികളായിരുന്ന സഹചാരികളായിരുന്ന ഏറ്റുമാനൂർ MLA ശ്രീ ജോർജ് ജോസഫ് പൊടിപാറയും അദ്ദേഹം തന്നെ മുൻപ് KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിപ്പിച്ച MC ചാക്കോയുമൊക്കെ ഈ ഘട്ടത്തിൽ ചാക്കോയെ ഒഴിവാക്കി ചാക്കോയെ വിട്ട് മറുഭാഗത്തേക്ക് ചേർന്നു. അവരോടൊപ്പം ചില KPCC അംഗങ്ങളും ചാക്കോയെ വിട്ട് മറുഭാഗത്ത് ചേർന്നു. എങ്കിലും ചാക്കോ മത്സരരംഗത്ത് വളരെ സജീവമായി നിലകൊണ്ടു. മത്സരത്തിൽ അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു. ഭരണരംഗത്തെയും സംഘടനാ രംഗത്തെയും പ്രമുഖരൊക്കെ ചാക്കോയ്ക്കെതിരായിരുന്നു. എന്നിട്ടും ചാക്കോയ്ക്ക് 70 വോട്ടുകൾ ലഭിച്ചു. 112 വോട്ടുകൾ ലഭിച്ച KC എബ്രഹാം വിജയിച്ചെങ്കിലും സംഘടനയ്ക്കുള്ളിൽ താൻ ഇപ്പോഴും അവഗണിക്കാൻ കഴിയാത്ത ഒരു ശക്തിയാണ് എന്ന് ചാക്കോ തെളിയിച്ചു. ചാക്കോയ്ക്ക് സ്വന്തം ഗ്രൂപ്പിൽ, അതായത് കൂടെ ഉണ്ടായിരുന്നവരിലുള്ള ഒരു വിശ്വാസം, അല്ലെങ്കിൽ എത്ര പേർ തൻ്റെ കൂടെ ഉണ്ട് എന്ന് തെളിയിക്കാനുള്ള ഒരു ടെസ്റ്റ് കൂടിയായി ഇതിനെ കാണുന്നില്ല ചാക്കോ. ചാക്കോ ഇത് വിജയിക്കുമെന്നുള്ള ബോധ്യത്തിലല്ല താൻ മത്സരിക്കുന്നതെന്ന് തുറന്നു പറഞ്ഞിരുന്നു. തൻ്റെ ശക്തി തെളിയിക്കുക, തൻ്റെ കൂടെ പാർട്ടിയിൽ ആരൊക്കെ ഉണ്ട് എന്ന് തെളിയിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം മത്സരിച്ചത്. സംഘടനയ്ക്കുള്ളിൽ താൻ ഇപ്പോഴും അവഗണിക്കാൻ കഴിയാത്ത ഒരു ശക്തിയാണ് എന്ന് ആ മത്സരത്തിലൂടെ ചാക്കോയ്ക്ക് തെളിയിക്കാനും കഴിഞ്ഞു. പക്ഷേ ആ മത്സരത്തിന് ശേഷം ചാക്കോ ഒട്ടേറെ പ്രതിസന്ധികളെ നേരിട്ടു. ചാക്കോയ്ക്ക് രാഷ്ട്രീയത്തിൽ നിന്നും ഭീമമായ ബാധ്യതകൾ മാത്രമായിരുന്നു മിച്ചമുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനായി തുടരാൻ ബുദ്ധിമുട്ടുണ്ടായി. ഈ കടങ്ങൾ വീട്ടാൻ ചാക്കോ പ്രഗത്ഭനായ അഭിഭാഷകനായിരുന്നു. അതുകൊണ്ട് ഈ കടങ്ങൾ വീട്ടാൻ അഭിഭാഷക വൃത്തിയിലേക്ക് അദ്ദേഹത്തിന് തിരികെ പോകേണ്ടി വന്നു. അങ്ങനെ വക്കീലായി തുടരുമ്പോഴാണ് അദ്ദേഹം കോഴിക്കോട് കുറ്റ്യാടിയിൽ ഒരു കേസ് സംബന്ധമായ വിഷയത്തിന് എത്തിച്ചേരുന്നത്. അവിടെ വെച്ച് അദ്ദേഹത്തിന് ഒരു ഹൃദയസ്തംഭനമുണ്ടായി. ആ ഹൃദയസ്തംഭനത്തെ തുടർന്ന്
49ാമത്തെ വയസ്സിൽ കുറ്റ്യാടിയിൽ വെച്ച് അദ്ദേഹം മരിച്ചു. അങ്ങനെ കേരള രാഷ്ട്രീയത്തിലെ ഒരു വലിയ ഘട്ടം ചാക്കോയുടെ മരണത്തോടുകൂടി അവിടെ അവസാനിക്കുകയാണ്. 1964 ഓഗസ്റ്റ് 1 അദ്ദേഹത്തിന് 49ാമത്തെ വയസ്സിലാണ് VT ചാക്കോ മരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിലുണ്ടായിരുന്നവർക്ക് അവരുടെ ഒരു അവസ്ഥ എന്തായിരുന്നു KPCCയിൽ? ചാക്കോയുടെ മരണത്തോടുകൂടി ചാക്കോ ഗ്രൂപ്പ് അനാഥമായി. പ്രമുഖരായ നേതാക്കളൊന്നും ചാക്കോ ഗ്രൂപ്പിലില്ലായിരുന്നു. ആ ഗ്രൂപ്പിൻ്റെ മുഖ്യ അമരക്കാരായിരുന്ന ജോർജ് ജോസഫ് പൊടിവാറയും MC ചാക്കോയും ഒക്കെ ഗ്രൂപ്പ് വിട്ടു പോയ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. സംസ്ഥാന തലത്തിൽ വ്യാപകമായി ചാക്കോയ്ക്ക് പ്രവർത്തകരുടെ പിന്തുണയുണ്ടായിരുന്നു, അണികളുണ്ടായിരുന്നു, ജനപിന്തുണയുണ്ടായിരുന്നു. പക്ഷേ ഇവരെ ഒന്നും ഒരു കോർഡിനേറ്റ് ചെയ്യാനോ ഇവരെ സംസ്ഥാന തലത്തിലും പ്രാദേശിക തലത്തിലും സംഘടിപ്പിക്കാനോ ഉള്ള ഒരു നെറ്റ്വർക്ക് ചാക്കോയുടെ മരണത്തോടുകൂടി ഇല്ലാതായി. അങ്ങനെ ചാക്കോ ഗ്രൂപ്പ് അനാഥമായി എന്ന് തന്നെ പറയാം. ഈ ഘട്ടത്തിലാണ് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് സമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നത്. ഈ തെരഞ്ഞെടുപ്പ് സമിതിയാണ് 1965 നടക്കേണ്ടിയിരിക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സമിതിയുടെ രൂപീകരണവുമായി ഉണ്ടായ ചർച്ചകൾ നയിച്ചത് CKG വിഭാഗത്തിൻ്റെ മുഖ്യ അമരക്കാരനായി CM സ്റ്റീഫനാണ്. അപ്പോൾ ചാക്കോ വിഭാഗത്തിന് 3ഓ 4ഓ സ്ഥാനം നൽകാൻ CM സ്റ്റീഫൻ ഉൾപ്പെടെയുള്ള മറു ഗ്രൂപ്പുകാർ തയ്യാറായിരുന്നു. പക്ഷേ CM സ്റ്റീഫൻ്റെ കടുത്ത എതിരാളിയായിരുന്നു അന്ന് കൊല്ലം ജില്ലയിൽ നിന്ന് തന്നെയുള്ള R ബാലകൃഷ്ണപിള്ള. R ബാലകൃഷ്ണപിള്ളയെ ഒരു കാരണവശാലും ഈ തെരഞ്ഞെടുപ്പ് സമിതിയിൽ അംഗമാക്കില്ല എന്ന് CM സ്റ്റീഫൻ നിലപാടെടുത്തു. അതോടുകൂടി പക്ഷേ R ബാലകൃഷ്ണപിള്ളയും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നില്ല. ഇത് വിട്ടുകൊടുക്കാൻ R ബാലകൃഷ്ണപിള്ളയും തയ്യാറായില്ല. R ബാലകൃഷ്ണപിള്ളയെ ബലി കഴിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമെടുക്കുവാൻ ചാക്കോ ഗ്രൂപ്പിനും കഴിയുമായിരുന്നില്ല. തെരഞ്ഞെടുപ്പ് നടന്നു. ചാക്കോ ഗ്രൂപ്പിനെ മുഴുവനായും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് സമിതിയാണ് നിലവിൽ വന്നത്. ആ തെരഞ്ഞെടുപ്പ് സമിതിയുടെ ഒരു രൂപീകരണമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഭിന്നിപ്പിലേക്ക് നയിച്ചത്. ചാക്കോയോടൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും സംഘടനയ്ക്കുള്ളിലും ഇനി തങ്ങളുടെ ഭാവി എന്തായിരിക്കും, തങ്ങളുടെ നിലപാട് എന്തായിരിക്കും എന്നുള്ള ആശങ്ക ജനിപ്പിച്ചത് ഈ തെരഞ്ഞെടുപ്പ് സമിതിയാണ്. ഈ തെരഞ്ഞെടുപ്പ് സമിതിയാണ് ഇനിയുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. അതിലവർക്കൊരു പ്രാധാന്യമില്ലാതെ പോയി എന്നുള്ളത് അവരെ സംബന്ധിച്ചോളം വലിയ ആശങ്ക ഉണ്ടാക്കുന്നതായിരുന്നു. പാണ്ഡവർക്ക് സൂചി കുത്താൻ പോലും സ്ഥലം കൊടുക്കില്ല എന്ന കൗരവരുടെ നിലപാട് പോലെയാണ് അവർക്കതിന് അനുഭവപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അവർ ഇതിൽ വളരെ അസ്വസ്ഥരായി. ഏതാണ്ട് ഇതേ സമയത്ത് തന്നെയാണ് ചാക്കോയുടെ മന്ത്രിസഭയിലെ പിൻഗാമിയെ നിർണ്ണയിക്കുന്നത്. ചാക്കോ ഒഴിഞ്ഞ മന്ത്രിസ്ഥാനത്തേക്ക് KM ജോർജ് വരുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് KM ജോർജ് ഈ ഒരു രാഷ്ട്രീയത്തിലേക്ക് വരുന്നതെന്ന് തോന്നുന്നു. KM ജോർജ് ചാക്കോയുടെ അടുപ്പക്കാരനൊന്നും ആയിരുന്നില്ല. ചാക്കോയുടെ ഉള്ള വിരുദ്ധ നിലപാട് തന്നെയായിരുന്നു KM ജോർജിനുണ്ടായിരുന്നത്. ചാക്കോ ഒഴിവിൽ അദ്ദേഹം മന്ത്രിയാകുമെന്ന് അദ്ദേഹം സ്വാഭാവികമായും ധരിച്ചു. പക്ഷേ മന്ത്രിയായത് പൂഞ്ഞാറിൽ നിന്നുള്ള അംഗം TA തോമനാണ്. ഇത് KM ജോർജിനെ ശങ്കറിൽ നിന്ന് അകറ്റാൻ തയ്യാറായി. അദ്ദേഹം ചാക്കോ വിഭാഗത്തോടെടുത്തു. അങ്ങനെ ചാക്കോ വിഭാഗത്തിൻ്റെ നേതൃസ്ഥാനത്തേക്ക് KM ജോർജ് എത്തിച്ചേർന്നു. നിയമസഭയിലും പ്രത്യേകതകളുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സാധാരണ ഒരു ജനപ്രതിനിധി, ഒരു MLA മരിച്ചു കഴിഞ്ഞാൽ അനുസ്മരണം നടത്തുക, അന്നത്തേക്ക് നിയമസഭാ നടപടികൾ ഒഴിവാക്കുക എന്നുള്ള ഒരു കീഴ്വഴക്കമാണല്ലോ ഉള്ളത്. ഇവിടെ PT ചാക്കോയുടെ മരണശേഷം സംഭവിച്ചത് എന്താണ്? PT ചാക്കോയുടെ അനാദരവ് കാണിച്ചു എന്ന് PT ചാക്കോയുടെ അനുയായികൾ വിശ്വസിച്ച 2 സംഭവങ്ങളുണ്ടായി. ഒന്ന്, PT ചാക്കോയുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊണ്ടുവന്ന ഒരു പോലീസ് വാനിലാണ്. അത് ആംബുലൻസിൽ കൊണ്ടുവരാതെ പോലീസ് വാനിൽ കൊണ്ടുവന്നത് ചാക്കോയോടുള്ള അനാദരവാണ് എന്ന് ചാക്കോയുടെ അനുയായികൾ പറഞ്ഞു വരുത്തുകയും സ്വാഭാവികമായി അവർ പലരും വിശ്വസിക്കുകയും ചെയ്തു. വാസ്തവത്തിൽ അതിൽ യാഥാർത്ഥ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഏറ്റവും എളുപ്പം ചാക്കോ കടുത്ത ഡയബറ്റിക്സ് പേഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ ചാക്കോയുടെ മൃതദേഹം എത്രയും വേഗം ചാക്കോയുടെ ജന്മസ്ഥലത്ത് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് പോലീസ് വാനിൽ കൊണ്ടുവന്നത് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അത് ചാക്കോയുടെ മൃതദേഹത്തോടുള്ള ഒരു അനാദരവായി വ്യാഖ്യാനിക്കപ്പെട്ടു. അപ്പം അതിനേക്കാൾ പ്രധാനമായി സാധാരണ ഒരു സിറ്റിംഗ് MLA മരിച്ചാൽ നിയമസഭ ചേരുമ്പോൾ നിയമസഭാ നടപടികൾ നിർത്തിവെച്ച് അല്ലെങ്കിൽ ഉപേക്ഷിച്ച് ആ അംഗത്തെക്കുറിച്ച് കക്ഷി നേതാക്കന്മാർക്കെല്ലാം സംസാരിക്കാൻ അവസരം നൽകുകയും ആ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി സഭ പിരിയുകയാണ് പതിവ്. അതാണ് കീഴ്വഴക്കം. പക്ഷേ ചാക്കോയുടെ മരണശേഷം ഇതുണ്ടായില്ല. അദ്ദേഹത്തെക്കുറിച്ച് സ്പീക്കർ നടത്തിയ ഒരു റഫറൻസിൽ ആ അനുശോചനം ഒതുക്കി. സ്വാതന്ത്ര്യ സമര സേനാനി, പ്രതിപക്ഷ നേതാവ്, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അംഗം, മന്ത്രി, അങ്ങനെ പ്രഗത്ഭനായ ഒരു രാഷ്ട്രീയക്കാരനായ ചാക്കോയോട് ചെയ്ത തീർച്ചയായും ഒരു അനാദരവ് തന്നെയായിരുന്നു അത്.
ആ അനാദരവിൽ ചാക്കോയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും കടുത്ത സങ്കടവും കടുത്ത ദേഷ്യവും അമർഷവും എല്ലാം ഉണ്ടായി. പിന്നീട് കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് വഴക്ക് സംബന്ധിച്ചുള്ള കുറേ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. ഗ്രൂപ്പ് വഴക്കിൽ കേന്ദ്ര നേതൃത്വത്തിൽ വിവരം കൊടുക്കുന്നു. അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. പിന്നീട് ഒരു അവിശ്വാസ പ്രമേയവും വരുന്നു. കോൺഗ്രസിലെ പോര് വളരെ രൂക്ഷമാകുന്ന ഘട്ടത്തിൽ ഈ വിവരങ്ങൾ കേന്ദ്രത്തെ ധനിപ്പിക്കാൻ PT ചാക്കോ വിഭാഗത്തിൽ നിന്ന് അന്ന് MP ആയിരുന്ന ചെറിയാൻ കാപ്പൻ്റെ നേതൃത്വത്തിൽ TK ഗോപാലകൃഷ്ണ പണിക്കർ, MC അന്തർപേർ തുടങ്ങിയ ആളുകൾ ഡൽഹിയിൽ പോയി. അവർ അന്ന് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന കാമരാജിനെ കണ്ടു. കാമരാജിൽ നിന്നും ഒട്ടും അനുകൂലമായ ഒരു പ്രതികരണമല്ല അവർക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ അവർ നിരാശരായാണ് മടങ്ങിയത്. ഏതാണ്ട് ഈ ഘട്ടത്തിലാണ് PK കുഞ്ഞ് സർക്കാരിനെതിരെ ഒരു അവിശ്വാസ പ്രമേയം നിയമസഭയിൽ അവതരിപ്പിച്ചത്. ചാക്കോയുടെ അനുയായികളായി തുടർന്ന 15 MLA-മാർ ആ അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു. കോതമംഗലത്തു നിന്നുള്ള KM ജോർജ്, ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള MLA N ഭാസ്കരൻ നായർ, കൊട്ടാരക്കരയിൽ നിന്നുള്ള R ബാലകൃഷ്ണപിള്ള, ചെങ്ങന്നൂരിൽ നിന്നുള്ള KR സരസ്വതി അമ്മ, കരിമണ്ണൂരിൽ നിന്നുള്ള കുസുമം ജോസഫ്, തൊടുപുഴയിൽ നിന്നുള്ള CA മാത്യു, കുട്ടനാട് MLA തോമസ് ജോൺ, അങ്കമാലി MLA MA ആൻ്റണി, വാഴൂരിൽ നിന്നുള്ള K നാരായണക്കുറുപ്പ്, തൃക്കടവൂരിൽ നിന്നുള്ള T കൃഷ്ണൻ, തിരുവനന്തപുരത്ത് നിന്നുള്ള ദളിത് അംഗമായ P ചാക്കോ, പാലക്കാട് നിന്നുള്ള R രാഘവ മേനോൻ, റാന്നി MLA വയല ഇടിക്കുള, തൃശ്ശൂരിൽ നിന്നുള്ള ധർമ്മരാജ് അയ്യർ, പത്തനംതിട്ടയിൽ നിന്നുള്ള M രവീന്ദ്രനാഥ് എന്നിവരാണ് പിന്തുണ പിൻവലിച്ച MLA-മാർ. കേരള കോൺഗ്രസ് പിന്നീട് വിലയിരുത്തപ്പെട്ടത് ക്രിസ്ത്യൻ സഭയുടെ പിന്തുണയുള്ള ക്രിസ്ത്യൻ ജനവിഭാഗങ്ങളുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന ഒരു പാർട്ടിയാണ് എന്ന നിലയിലാണെങ്കിലും കേരള കോൺഗ്രസിൻ്റെ രൂപീകരണത്തിന് കാരണമായ ഈ 15 MLA-മാരിൽ 8 പേരും ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. ഒരാൾ ദളിത് ക്രിസ്ത്യാനിയുമായിരുന്നു. വാസ്തവത്തിൽ കത്തോലിക്ക വിഭാഗത്തിൽ നിന്നും അതിൽ 5 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഈ കോൺഗ്രസിൽ നിന്ന് നടപടികൾ ഉണ്ടായി കാണുമല്ലോ, സ്വാഭാവികമായും അങ്ങനെയല്ല സംഭവിക്കുക. അവിശ്വാസ പ്രമേയം വിജയിച്ചതിനെ തുടർന്ന് R ശങ്കർ രാജിവെച്ചു. അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്ത 15 MLA-മാരെയും കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അവർ സംഘം ചേർന്ന് ഭാവി പരിപാടികളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടേയിരുന്നു. PT ചാക്കോയ്ക്ക് മരണസമയത്ത് ഏതാണ്ട് 1 ലക്ഷം രൂപയോളം കടമുണ്ടായിരുന്നു. ഈ കടം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ബാധ്യത ഏറ്റെടുക്കാൻ ഈ PT ചാക്കോയുടെ MLA-മാർ ഉൾപ്പെടെയുള്ള അനുയായികൾ യോഗം ചേർന്ന് തീരുമാനിച്ചു. അതിനുവേണ്ടി അവർ വ്യാപകമായ ഫണ്ട് ശേഖരണം നടത്തി. അവർ 1 ലക്ഷം രൂപയോളം പിരിച്ച് ആ 1 ലക്ഷം രൂപ PT ചാക്കോയുടെ കുടുംബത്തിന് കൈമാറുന്നതിനായി ഒക്ടോബർ 9 കോട്ടയം തിരുനക്കര മൈതാനത്ത് ഒരു യോഗം വിളിച്ചു. മന്നത്ത് പത്മനാഭൻ ഈ തുക കൈമാറും എന്നാണ് തീരുമാനിച്ചിരുന്നത്. അന്ന് വൈകുന്നേരം 5 മണിക്ക് ഈ യോഗം കൂടുന്നതിന് മുമ്പ് രാവിലെ 10 മണിക്ക് കോട്ടയം ലക്ഷ്മി നിവാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ചാക്കോയുടെ അനുയായികളുടെ ഒരു യോഗം വിളിച്ചുകൂട്ടി. ആ യോഗത്തിൽ വെച്ച് തങ്ങളാണ് കേരളത്തിലെ യഥാർത്ഥ കോൺഗ്രസ്സുകാരെന്നും അതുകൊണ്ട് കേരള കോൺഗ്രസ് എന്നൊരു പാർട്ടി രൂപീകരിക്കണമെന്നും ജോസഫ് പുലിക്കുന്നേൽ ഒരു പ്രമേയം അവതരിപ്പിച്ചു. ആ പ്രമേയം ആ യോഗം അംഗീകരിച്ചു. ഈ വൈകുന്നേരത്തെ യോഗം കൂടുന്നതിന് മുമ്പ് മന്നത്ത് പത്മനാഭനെ ഈ വിവരം അറിയിച്ചു. കേരള കോൺഗ്രസ് രൂപീകൃതമായി എന്ന് മന്നത്ത് പത്മനാഭൻ പ്രഖ്യാപിക്കണം എന്നവർ ആവശ്യപ്പെട്ടു. വൈകുന്നേരത്തെ യോഗത്തിൽ ഫണ്ട് കുടുംബത്തിന് കൈമാറിയതിനു ശേഷം കേരള കോൺഗ്രസ് എന്ന ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചതായി മന്നത്ത് പത്മനാഭൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് കേരള കോൺഗ്രസ് ഉദ്ഭവിക്കുന്നത്. അച്യുതമേനോൻ മന്ത്രിസഭ രൂപീകരിക്കപ്പെട്ടപ്പോൾ CPIയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പുറത്തു നിന്നുകൊണ്ട് പിന്തുണ നൽകിയ അച്യുതമേനോൻ മന്ത്രിസഭ രൂപീകരിക്കപ്പെട്ടപ്പോൾ KM ജോർജ് കേരള കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി ട്രാൻസ്പോർട്ട് വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രിയായി ആ മന്ത്രിസഭയിൽ അംഗമായി. ഈ 69 ഈ മന്ത്രിസഭയിലാണ് കേരള കോൺഗ്രസിന് ആദ്യമായിട്ടൊരു അധികാര പങ്കാളിത്തം കിട്ടുന്നത്. കേരള കോൺഗ്രസ് KM ജോർജ് ഈ മന്ത്രിസഭയിൽ മന്ത്രിയായതോടെയാണ് കേരള കോൺഗ്രസിന് ആദ്യമായി അധികാരത്തിൽ പങ്കാളിത്തം ലഭിക്കുന്നത്. അപ്പോൾ തന്നെ കേരള കോൺഗ്രസിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. എന്നും കേരള കോൺഗ്രസിലെ പ്രശ്നങ്ങൾ അധികാരവുമായി ബന്ധപ്പെട്ടായിരുന്നു.